ഹായ് ഫ്രണ്ട്സ് എടുത്ത് പോവാം. അങ്ങനെ വണ്ടിയിലിട്ട് ഫാത്തിയും പ്രിയം കൂടെ ഓടിയാണ്, ഞാനും കൂടെ കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ കയറി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഇട്ട് എല്ലാവർക്കും പ്രേ എടുപ്പിച്ച്. അങ്ങനെ എല്ലാ ഗേൾസ് മയങ്ങി വീണു. ആ എന്താടാ ഒന്ന് കെട്ടേ ബാക്കി വരുമല്ലോടാ, എന്താടാ ചെയ്യുക, സാരില്ലടാ ഇവർക്ക് പിന്നെ നോക്കാനും പറഞ്ഞ് അങ്ങനെ ആയിട്ട് എടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് ഈ ഫോട്ടോ അത് കാണുന്ന മതി ഹൗസിലേക്ക് കൊണ്ടുവന്നു. എല്ലാത്തിനും അവിടെ ഇട്ടു. ഡ്രൈവർ പറയുന്നുണ്ട്, സാർ നിങ്ങൾ എന്താണ് എടുത്തോണ്ട് വന്നാൽ? സാർ ഇത് നിങ്ങളെന്താ സാർ, ഇവർക്ക് എല്ലാവർക്കും എനിക്കറിയും. ഡ്രൈവറോട് പറഞ്ഞു സോ ഓക്കെ സാർ. ഡ്രൈവർ പറഞ്ഞു സോ സാർ ആരാണെന്ന് പറഞ്ഞല്ലോ സാർ. അതായിട്ട് ഡ്രൈവറോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് അറിഞ്ഞ ഗേൾസാണ്, ആക്ച്വലി ഇത് ഒരാൾ ഞങ്ങളെ വൈഫാണെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഡ്രൈവറിനോട് പറഞ്ഞു എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് ഫ്രണ്ട്സ് പറഞ്ഞു. ശരി ഒരാൾ വൈഫ് എന്ന് പറഞ്ഞു. ശരി ഓക്കെ സാർ ഞാൻ പോവാമെന്ന് പറഞ്ഞ് ആ ഡ്രൈവർ അവിടെ നിന്ന് പോയി. എല്ലാ ഗേൾസിനും അവിടെ സോപ്പിൽ ഇരുത്തി. ഇപ്പം എല്ലാ ഗേൾസ് കണ്ണ് തുറന്നു. അയ്യോ ഞങ്ങൾ എവിടെയടി, വാവ് പ്ലേസ് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെയായിട്ട് അവർ കണ്ണ് തുറന്നു നോക്കുമ്പോൾ യഥാർത്ഥ തിരിഞ്ഞു നോക്കി. അങ്ങനെയായിട്ട് അവിടെ സോപ്പുകൾ, വലിയ സോപ്പുകൾ 7 പേര് ഇന്നിവിടെ. ഇത് കണ്ട് ഷാക്കായി. BTS യെസ് റോസ് പറഞ്ഞായിരുന്നു ഫസ്റ്റ്. റോസാണ് ഷോക്കായത്. BTS പറഞ്ഞ് ബാക്കി ഗേൾസ് എണിച്ച് എന്താ മച്ചി നീ പറഞ്ഞ BTS മെമ്പറ. അത് റോസ് പറഞ്ഞിട്ട് പ്രിയ നോക്കി ഷോക്കായി. എടി സത്യമാണല്ലോടി മച്ചി, കില്ലി. ഫാത്തിമ എന്താടി പറ്റി? ഇതോടെ നോക്ക് BTS, നിനക്കെന്ത് പൈത്യമാണ്, അങ്ങോട്ട് നോക്കൂ. ഷോക്കായി. BTS മെമ്പർ BTS ഡി എണിടി. ഞാൻ ഉറങ്ങാൻ മച്ചി പ്ലീസ് ഡി, പറയേ ഇത് വീടല്ലോ ഡി. എണി എന്ത് പറ്റി എടി മുന്തു? അങ്ങോട്ട് നോക്കുമ്പോൾ നീ അങ്ങോട്ട് അങ്ങോട്ട് യഥാർത്ഥ തിരിച്ച് ഷോക്കായിപ്പോയി. BTS അതെ BTS ആണ്. എങ്ങനെയടി കില്ലടി? റിയലാണ്. അങ്ങനെ റോസ് ചോദിക്കൊക്കെ. റോസ്ക്ക് നല്ല ഇംഗ്ലീഷ്, ബാക്കിയവർക്കെല്ലാം അറിയാം ഇംഗ്ലീഷ് ചോദിക്കാതെ തുടങ്ങി. സാർ നിങ്ങളെങ്ങനെ സാർ ഞങ്ങളുടെ എടുത്തുകൊണ്ട് വന്ന സാർ? ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തായിരുന്നു സാർ, നിങ്ങളാണ് രക്ഷിച്ചത്? റോസ് ചോദിച്ചു. അപ്പോൾ ആറാം പറയാൻ തുടങ്ങി. കിഡ്നാപ്പിംഗ് അല്ലല്ലോ. കിഡ്നാപ്പ് അപ്പോൾ സാർ നിങ്ങളാ കിഡ്നാപ്പ് ചെയ്തത് സാർ? നിങ്ങളുമ്പോൾ എത്ര ആർമീസ് ഉണ്ട് സാർ? ഞങ്ങളെന്നെ സാർ കിഡ്നാപ്പ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഒരു പണമില്ല സാർ. അയ്യോ ആറാം പറയാം, പണമൊന്നല്ല, അത് ഞങ്ങൾ ഒരു കാര്യം പറയാനുണ്ട് സാർ. നിങ്ങൾ കാര്യം പറയാൻ എന്നോട് എന്താ സാർ പറയാ? അയ്യോ റോസ് നിന്നോടല്ല, ഞങ്ങൾ വൈഫിനോട് പറയാൻ പോവാ സാർ. നിങ്ങൾക്ക് എപ്പോൾ സാർ മാരേജായി? കൺഗ്രാറ്റ്സ് സാർ. ആരാ വൈഫ്? സാറിൻ്റെ വൈഫ് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? അയ്യോ ആറാം പറയാം അല്ല ഇവിടെ തന്നെയുണ്ട്. എവിടെ? നിങ്ങളെ കണ്ണുതിൽ അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് നോക്കി. ഇല്ലല്ലോ. അല്ല നിങ്ങളുടെ അടുത്തേ ഉണ്ട്. സാർ. ഓ സാർ ചുമ്മുച്ചിയൊക്കെ പറയാ. അല്ല പേര് പറ സാർ. പേര് പറഞ്ഞ ഷോക്കായി. സാർ നിങ്ങൾ ജോക്ക് പറയാം സാർ, ഞങ്ങളുടെ നിയമമല്ല എങ്ങനെ അറിയൂ? അറിയോ? അങ്ങോട്ട് നോക്കൂ, നോക്കൂ ഇപ്പോൾ ഒരു വണ്ടി. അങ്ങനെ യഥാർത്ഥ നോക്കി ഹീറോയിൻ ഡാഡിയെല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഷോക്കായി. ഹീറോയ്ക്ക് ഷോക്ക്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എൻ്റെ മാറുമോൻ്റെ വീട്ടിലാണ്. പിന്നെ എവിടെ അടി ഉണ്ടാവുന്നത്? എന്താ ചെയ്യാ? ഒന്നുമില്ല നീ ഇവിടെ താമസിച്ചോ? ഇന്ന് നിങ്ങൾക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് ഗേൾസ് എല്ലാം വന്നു കയ്യിൽ. മോളെ പോ അവിടെ മൈലഞ്ചി വെച്ചോ. മൈലഞ്ചിയാ ആൻറ്റി? അത് നിങ്ങൾ വെച്ചോ പോ. എന്താ മമ്മി ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ പോ മൈലഞ്ചി വെക്കാം. നിങ്ങൾ ഒന്നുമില്ല ഞങ്ങളും പോവാം. അങ്ങനെ ബോയ്സ് പോയി മൈലഞ്ചി. അങ്ങനെ ബോയ്സ് മൈലഞ്ചി വെച്ചില്ല, കുറച്ച് ഇങ്ങനെ കഴിക്കും. അങ്ങനെ മൈലഞ്ചി വെച്ചില്ല, ബോയ്സ് പോയി എവിടെ ഇരുന്നു. കുറച്ച് സംസാരിക്കാമായിരുന്നു ബോയ്സ്. അത് ഓക്കെ. അതിനായിട്ട് രാത്രി ഫ്രണ്ട്സ് പറയുന്നത് മച്ചി എന്തായിട്ട് നടക്കടി? അതേ ഫുഡ് കഴിച്ചാ? എല്ലാവരും ഫുഡ് കഴിച്ച് ബാനർച്ച് അങ്ങനെ മൈലാഞ്ചി വെച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പോയി. മച്ചി എന്തടി? ഒന്നും അറിയില്ലടി.
അങ്ങനെ ഉറങ്ങാൻ പോയി. അങ്ങനെ രാവിലെ ആയി. എല്ലാവരും ഒന്ന് എനിക്ക് മോളെ കുറച്ച് ഉറങ്ങാം ഇപ്പോൾ റെഡി ആയിക്കോ. അങ്ങനെ ഫാത്തിമ എല്ലാ ദിവസവും മമ്മി ഡാഡിയും ഉണ്ടായിരുന്നു. പൂജേൻ്റെ മമ്മി ഡാഡിയും ഉണ്ടായിരുന്നു. പൂജയ്ക്ക് ഡ്രസ്സ് കൊടുത്തു. ഡ്രസ്സ് മൊയിലാഞ്ചിക്ക് ഡ്രസ്സ് നീ ഓൾറെഡി ഇട്ടായിരുന്നല്ലോ. മമ്മി ഞാൻ ഇട്ടില്ലായിരുന്നു, അതേ ഡ്രസ്സില്ല. ഓക്കെ നീ പോയി ഡ്രസ്സ് ഇട്ടോ. പിന്നെ മാരേജ് ഫങ്ഷൻ ഉണ്ട്, അതൊക്കെ ഡ്രസ്സ് ഇട്ടോ റെഡി ആയിക്കോ. അങ്ങനെ ഫാത്തിമ എല്ലാവരും റെഡിയായി ഭംഗിയുള്ള ഡ്രസ്സ് എല്ലാവരും സാരി എടുത്തായിരുന്നു. അങ്ങനെ മാരേജ് ഡേ വന്നു. അങ്ങനെ ഒരു ഹീറോയിൻ റെഡിയായി. അങ്ങനെ ഈ സാരി ഫോട്ടോ തന്ന് ഞാൻ സാരി എടുത്ത് ഗോൾഡ് ബംഗാറ് കളർ മാല കുറച്ച് നെക്ലേസ് അതെല്ലാം വെച്ച് അങ്ങനെ സാരി എടുത്ത് പോയിട്ടിരുന്നു. അതെ, അവിടെ പോയിട്ട് ഇങ്ങനെ മാരേജ് നടന്നു. മാരേജ് നന്നായിട്ട് നടന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസായി, ഇതിലെത്ര സൈൻ ഇടണം ഒന്നും പിടിയില്ല. ഹീറോ സൈൻ ഇട്ടു. മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ ബെഡ്റൂമിൽ പോയി. വലിയ ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ ഇങ്ങനെ ഹീറോമാർ പറയാൻ തുടങ്ങി. പിന്നെ അവിടെ പോയി കുറേ ദിവസം മാരേജ് കഴിഞ്ഞു. കൺഫ്യൂസായി എങ്ങനെപ്പാ. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചതിന് ഹീറോമാർ പറഞ്ഞൊരു ഷോക്കായി. ഞങ്ങൾക്കൊരു ഡ്രീം വന്നായിരുന്നു. ആ ഡ്രീമിൽ ഇവളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 7 പേരും ഞങ്ങൾ 6 ഫുൾ ഫോട്ടോ വരച്ചുകൊണ്ട് ഡ്രോയിങ് വരച്ചുകൊണ്ട് എനിക്ക് അറിഞ്ഞത്. അങ്ങനെ ബാക്കി മെമ്പേഴ്സ് പറഞ്ഞു. അങ്ങനെ ഡ്രീം വന്നു. അങ്ങനെയായിട്ട് എല്ലാവരും പറയും അതെയാണോടാ ഞങ്ങൾ കണ്ടുകളെന്ന്. അങ്ങനെയാണ് ഇവളുടെ ഓരോ സ്വപ്നത്തിൽ എവിടെയാണ് പ്ലേസ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നത്. സത്യമാണ് സാർ. അതെ, ഇവ ഫോൺ നമ്പറും കാട്ടിയായിരുന്നു. അത് കണ്ടുപിടിച്ച് ഹാക്കിങ് ചെയ്ത് ഞങ്ങൾ കണ്ടുപിടിച്ച് വന്നതാ. പ്ലേസ് മൊത്തം ഡീറ്റെയിൽസ് ഇവൾ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വന്നതാ എന്ന് റോസ് കൊണ്ട് ഇവൾ പറഞ്ഞു. റോസൊക്കെ ഷാക്ക്. അടിക്കല്ലി സത്യമാണടി ഡ്രീം. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കണ്ട് ഹീറോയി സന്തോഷം. ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ അയ്യോ എന്താടാ ഞാൻ ചെയ്യുന്നത്, പ്ലീസ് ഒന്ന് കഴിക്കടാ. വേണ്ട. അങ്ങനെ 7 ബോയ്സ് ബേബിയും ഒരു ഗേൾ ബേബി. അങ്ങനെ ബേബീസ് അതന്നെ. ഇപ്പം കുട്ടികളെല്ലാം വളർന്ന് വലുതായി സ്കൂൾ പഠിക്കുക. പിന്നെ ചെറിയ കുട്ടി ബേബിയുണ്ട്, 1 വയസ്സായി കുട്ടിക്ക്. അങ്ങനെ ഹാപ്പി ഫാമിലിയായി ജോയിൻ ചെയ്തുകൊണ്ട് മമ്മി അങ്ങനെ കുട്ടികൾ ഓടിക്കളെ. ഇപ്പോൾ കുട്ടികൾ ആക്ടിങ് ചെയ്യും, ഡാഡികൾ സിംഗിങ് ഡാൻസ് ചെയ്യും, വീഡിയോ ആൽബം ചെയ്യും. അങ്ങനെ ഹാപ്പി എൻഡിങ്. ബൈ ബൈ, സി യു ഫ്രണ്ട്സ്. കണ്ടിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടും, കാരണം സ്റ്റോറി സൂപ്പറാണ്. നെക്സ്റ്റ് സ്റ്റോറി വീട്ട് ചെയ്യാം. ബൈ.